മോഹൻ വർഗീസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, അതായത് ഈ ഹോർമുസ് കടലിടുക്കിന് സമീപത്തുള്ള ഐലൻഡിന് സമീപമാണ് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. ഇത് US സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ വെടിനിർത്തൽ കരാറൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ അപ്പോഴും നമുക്കൊക്കെ ഒരു ആശങ്കയുണ്ടായിരുന്നു എത്ര നാൾ ഈ കരാർ നിലനിൽക്കും എന്നുള്ളത്. കാരണം അതിനു മുൻപ് തന്നെ നിരവധി തവണ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയും എന്നാൽ അതിന് പിന്നാലെ ട്രംപിന്റെ ഭാഗത്തു നിന്നും തന്നെ ഇതിലൊരു മാറ്റം ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെയാണ് കണ്ടിരുന്നത്. ആ രീതിയിലേക്ക് തന്നെ ഇത്തവണയും പോയിരിക്കുകയാണ്. പക്ഷെ കുറച്ചധികം ചർച്ചകൾ നടന്നിരുന്നത് ഇതിലൊരു പ്രതീക്ഷ നൽകിയിരുന്നു. പക്ഷെ അതൊക്കെ വിഫലമായെന്ന് തന്നെ വേണോ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്? ചർച്ചകൾ വിഫലമായി എന്ന് പൂർണ്ണമായി പറയാനാവില്ല എങ്കിലും വളരെ ദുർബലമായ ഒരു വെടിനിർത്തൽ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആ മേഖല. ഇപ്പോൾ ഏറ്റവും പുതിയ സംഭവ വികാസം ഖെർസൺ ഐലൻഡ്, അത് ഹോർമൂസിന് അഭിമുഖമായി നിൽക്കുന്ന ഇറാന്റെ ഏറ്റവും വലിയ ദ്വീപാണ് ഖെർസൺ ഐലൻഡ്. അവിടേക്ക് അമേരിക്കൻ ആക്രമണം നടന്നിരിക്കുന്നു. അവിടെ നിരവധി താവളങ്ങളിൽ ആക്രമണം ഉണ്ടായി എന്നതാണ് റിപ്പോർട്ടുകൾ. അവിടെയുള്ള മിസൈൽ ലോഞ്ച് സൈറ്റുകളിലേക്കും ഖെർസൺ ദ്വീപിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഡ്രോണുകളെ നിയന്ത്രിക്കുന്ന താവളങ്ങളിലേക്കും മറ്റ് മിലിറ്ററി ഇൻസ്റ്റലേഷൻസിലേക്കും എല്ലാം തന്നെ അമേരിക്കൻ ആക്രമണം ഉണ്ടായി. അതിന് കാരണമായി പറയുന്നത് ഒന്ന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഒരു ഇറാനിയൻ ഓയിൽ ടാങ്കറിന് നേരെ അമേരിക്ക ആക്രമണം നടത്തി. എൻജിൻ റൂമിന് കേടുപാടുകൾ പറ്റി, ക്രൂ മെമ്പേഴ്സിന് പരിക്കുകൾ പറ്റി. അതിന്റെ ഒരു സൂചകമായി, അതിന്റെ ഒരു പ്രതിഫലനം എന്ന നിലയിൽ ഇറാനിയൻ മിസൈലുകൾ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ പാഞ്ഞു. അത് കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ താവളങ്ങളിലേക്ക് അതിശക്തമായി ഇറാൻ ആക്രമണം നടത്തുന്ന കാഴ്ച കണ്ടു. അതിനുള്ള റിയാക്ഷൻ എന്ന നിലയിൽ കൂടിയാണ് ഖെർസൺ ഐലൻഡ്. അവിടെ സാങ്കേതികമായി ആ ഐലൻഡ് വളരെ ചെറിയ ഒരു ഐലൻഡാണെന്ന് തോന്നാമെങ്കിലും 1500 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു ഐലൻഡാണ്. ഇറാന്റെ മെയിൻ ലാൻഡുമായി തട്ടിച്ചു നോക്കുമ്പോൾ സാമാന്യം ചെറുതാണെന്ന് തോന്നാമെങ്കിലും 1500 സ്ക്വയർ കിലോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇറാന്റെ കൈവശമുള്ള നൂറുകണക്കിന് ചെറുതും വലുതുമായ ദ്വീപുകളിൽ ഏറ്റവും വലുതാണ് ഖെർസൺ ഐലൻഡ്. അത് മാത്രമല്ല അവിടെ 1,50,000 നിവാസികളുമുണ്ട്. വിവിധ മേഖലകളായി തിരിച്ച വളരെ സ്ട്രാറ്റജിക് സോണാണ്. അതായത് പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകൾ ഹോർമൂസിൽ എത്തുമ്പോൾ ആദ്യം കാണുന്ന ഇറാനോട് ചേർന്ന്, ഇറാന്റെ ടെറിട്ടറിയോട് ചേർന്ന് തന്നെയുള്ള ഒരു ദ്വീപാണ് ഖെർസൺ ഐലൻഡ്. അവിടെ പൊസിഷൻ ചെയ്തുകൊണ്ട് അതിലേക്ക് കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം, ബാലിസ്റ്റിക് ആൻഡ് ക്രൂസ് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ഇറാന് നിഷ്പ്രയാസം സാധിക്കും. അതുകൊണ്ട് ആ കേപ്പബിലിറ്റിക്ക് നേരെയാണ് അമേരിക്ക ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ആ ആക്രമണത്തിന് ശേഷം വീണ്ടും കുവൈറ്റിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നു. കുവൈറ്റിന് നേരെ 2 മിസൈലുകളും ബഹ്റൈന് നേരെ 3 മിസൈലുകളുമാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് ഡ്രോണുകൾ, നൂറുകണക്കിന് ഡ്രോണുകളും സമാന്തരമായി തന്നെ ഈ ഇൻസ്റ്റലേഷൻസിലേക്ക് പാഞ്ഞു. ബഹ്റൈനിൽ അമേരിക്കൻ 5ാം കപ്പൽ പടയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന മനാമയിലേക്കാണ് ആക്രമണം നീണ്ടത് എന്നാണ് സൂചന. അതുപോലെ കുവൈറ്റിലെ ജനവാസ മേഖലകൾക്ക് മുകളിലൂടെ മിസൈലുകളും ഡ്രോണുകളും പായുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടില്ല. ഇതെല്ലാം ഇന്റർസെപ്റ്റ് ചെയ്തതായി കരുതാം. അങ്ങനെയെങ്കിൽ പൂർണ്ണ യുദ്ധം എന്ന് പറയാനാവില്ല എങ്കിലും വെടിനിർത്തൽ പ്രാക്ടിക്കലി ലംഘിക്കപ്പെട്ടിരിക്കുന്നു. സമാന്തരമായി ട്രംപ് പറയുന്നത് എല്ലാ ദിവസവും തന്നെ ചർച്ചകൾ, ഔപചാരികവും അനൗപചാരികവുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന അവകാശവാദവും ട്രംപ് പറയുന്നു. അടിസ്ഥാന വിഷയങ്ങളിൽ, അതായത് ഹോർമൂസ് തുറക്കുക എന്ന പ്രാഥമിക വിഷയം, അത് ഇറാന്റെ ഉപരോധം അവസാനിക്കണം, അമേരിക്കയുടെ ഉപരോധം അവസാനിക്കണം. അക്കാര്യത്തിൽ ഇതുവരെ ധാരണ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ആത്യന്തികമായ വിഷയമായ ആണവ വിഷയത്തിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം എങ്ങോട്ടെങ്കിലും സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടും ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും തീരുമാനം എടുത്തിട്ടില്ല. അതുകൊണ്ട് അന്തിമമായ ഒരു കരാർ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. എത്തിച്ചേരുമെന്ന പ്രതീക്ഷ ഉണ്ടായിരിക്കുമ്പോഴാണ് ഇപ്പോൾ പരസ്പരം ആക്രമണം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ മിനിമം 5 പ്രാവശ്യമെങ്കിലും അറ്റാക്ക് ആൻഡ് കൗണ്ടർ അറ്റാക്ക് സംഭവിച്ചിരിക്കുന്നു. ആ പരമ്പരയിലെ ഏറ്റവും അവസാനത്തെ ഒരു അറ്റാക്ക് ശൃംഖലയിലെ അവസാന കണ്ണിയാണ് ഖെർസൺ ഐലൻഡിലേക്ക് നടന്ന ഈ ആക്രമണം എന്ന് കരുതാം. ഡോക്ടർ മോഹൻ വർഗീസ്, ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അതായത് ഈ ഗൾഫ് മേഖലയിലേക്ക് അടക്കം ഇറാന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ അതിനെയൊക്കെ US-ന്റെ സൈന്യം വിജയകരമായി തന്നെ പ്രതിരോധിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഈ രീതിയിൽ, കാരണം നമുക്കറിയാം എത്രത്തോളം ഒരു ട്രംപിന് മേൽ എത്രത്തോളമാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ ഒരു നിലപാട് കടുപ്പിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രഷർ തന്നെ ട്രംപിന് മേൽ ഉണ്ടായിരുന്നില്ലേ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്? അപ്പോൾ ഈ യുദ്ധം വീണ്ടും ഇങ്ങനെ തുടർന്നു പോകുന്ന സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ ഇനി എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക?
പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. അത് ആ ഒരു ആംഗിൾ കാര്യമായി കൂലങ്കഷമായി അവലോകനം ചെയ്യപ്പെടേണ്ടതുമാണ്. ഗൾഫ് രാജ്യങ്ങളാണ്, അതായത് GCC മേഖലയിലെ 6 രാജ്യങ്ങൾ, അവരാണ് പ്രധാനമായി ഈ ക്രോസ് ഫയറിൽ പെട്ടുപോകുന്നത്. അവിടെയാണല്ലോ അമേരിക്കൻ താവളങ്ങൾ. 19 താവളങ്ങളാണ്, ചെറുതും വലുതുമായ വ്യോമ, നാവിക, സേന താവളങ്ങൾ, അമേരിക്കയുടെ താവളങ്ങൾ ഈ രാജ്യങ്ങളിൽ വിവിധ ഇടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. അവിടേക്കാണ് ഇറാന്റെ ആക്രമണം വരുന്നത്. ഇറാന് നേരെ അമേരിക്ക നടത്തുന്ന ഏത് ആക്രമണത്തിനും മറുപടി സംഭവിക്കുന്നത് അമേരിക്കയുടെ മെയിൻലാൻഡിലല്ല, മറിച്ച് അങ്ങകലെ ഗൾഫ് മേഖലയിൽ അമേരിക്കൻ സേനാ താവളങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടേക്കെല്ലാം ഇറാനിയൻ മിസൈലുകൾ ചീറിപ്പാഞ്ഞെത്തുന്നു. ഇതാണ് അടിസ്ഥാനപരമായ വിഷയം. ഇതിനുള്ള കാരണമായി പറയുന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി ഇതിനെ കാണാനാവുമോ, അതോ അമേരിക്കയ്ക്ക് താവളം ഒരുക്കുന്നത് കൊണ്ടാണോ ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കപ്പെടുന്നത്? ഈ 2 വാദഗതികളുമുണ്ട്. അപ്പൊ താവളം ഒരുക്കാതെ, അമേരിക്കയ്ക്ക് താവളം ഒരുക്കാതെ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷ ആര് നിർവഹിക്കും എന്ന ന്യായമായ ചോദ്യമുണ്ട്. മറുവശത്ത് ഇറാൻ വിഷയം രമ്യമായി പരിഹരിക്കപ്പെടുകയാണെങ്കിൽ ഇസ്രായേൽ ഇപ്പോൾ ഒരു വലിയ ഭീഷണിയല്ല ഗൾഫ് രാജ്യങ്ങൾക്ക്. അപ്പം ഇറാൻ ഈസ് നള്ളിഫൈഡ്, ന്യൂട്രലൈസ്ഡ്, ഇസ്രായേൽ ഈസ് മോളിഫൈഡ്. ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് സുരക്ഷിതമായി മുന്നോട്ട് പോകാം. അങ്ങനെയെങ്കിൽ സമഗ്രമായ ഒരു മേഖലാ കരാർ കൂടി ഇസ്രായേൽ അതിന്റെ അഗ്രസീവ് ഇന്റന്റ് അവസാനിപ്പിക്കണം, ലെബനന് നേരെ നടത്തുന്ന കടന്നുകയറ്റങ്ങൾ അവസാനിപ്പിക്കണം, ഇറാനെ കോൺഫിഡൻസ് എടുക്കണം. അങ്ങനെയെങ്കിൽ എക്രോസ് ദ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ്, എക്രോസ് ദ പേർഷ്യൻ ഗൾഫ് സമാധാനം ഉണ്ടാവും. അവിടെ സമാധാനം ഉണ്ടായാൽ വൈദേശിക സേനകൾക്ക്, അമേരിക്കൻ സേനകൾക്ക് ഉൾപ്പെടെ അവിടെ തുടരാനുള്ള അർഹത നഷ്ടപ്പെടും. അവരുടെ ആവശ്യം അവിടെ ഇല്ലാതാകും. അന്തിമമായി, ആത്യന്തികമായി ആ ഒരു ബിൽഡപ്പിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന അനേകരുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ. പക്ഷെ അത് സ്ട്രോങ് ആയി ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ തക്ക ഒരു സംവിധാനം ഗൾഫ് രാജ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോഴും അമേരിക്കൻ ഓർബിറ്റിൽ നിൽക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇസ്രായേലിന്റെ നിലപാട്. ഈ യുദ്ധം നീട്ടിക്കൊണ്ട് പോകേണ്ടത് ഇസ്രായേലിന്റെ ആവശ്യമായി കൂടി വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് സമാധാന ചർച്ചകൾ പരിസമാപ്തിയിലെത്തുന്നു എന്ന സൂചന എപ്പോഴെല്ലാം വരുന്നോ അപ്പോഴെല്ലാം ഇസ്രായേൽ ലെബനന് നേരെ ആക്രമണം ഘടിപ്പിക്കുകയാണ്. ലെബനനിലെ ഹിസ്ബുള്ള, ഈ ഹിസ്ബുള്ള ഇറാനാണല്ലോ സഹായിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് വടക്കൻ ഇസ്രായേലിന് നേരെ നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഈ ലെബനൻ എന്ന രാജ്യത്തിന്റെ തെക്കൻ പ്രദേശം, അതായത് ലിറ്റാനി നദിയുടെ തെക്ക് ഭാഗത്തൊക്കെ വലിയ ക്യാമ്പുകളുണ്ട്, ഹിസ്ബുള്ളയുടെ ക്യാമ്പുകളുണ്ട്. ഈ ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നു. അത് മാത്രമല്ല, ലെബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലയിലാണ് ഹിസ്ബുള്ളയുടെ ആസ്ഥാനം. ഹസൻ നസറുകളൊക്കെ വധിക്കപ്പെട്ടത് അവിടെയാണ്. അവിടേക്ക് വീണ്ടും വൻതോതിലാണ് ഇസ്രായേലി ആക്രമണം. ഇറാൻ ഇപ്പോൾ ഒരു ഡിമാൻഡായി വെച്ചിരിക്കുന്നത്, അമേരിക്കയുടെ മുന്നിൽ ഒരു ഡിമാൻഡായി വെച്ചിരിക്കുന്നത് തങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, തങ്ങളുടെ സുഹൃത്തുക്കളായ ലെബനീസ് വിഭാഗങ്ങളായ ലെബനന് നേരെ നടക്കുന്ന ഇസ്രായേലി അതിക്രമങ്ങൾ കൂടി അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാതെ തങ്ങൾ യുദ്ധത്തിൽ നിന്നും പിന്മാറില്ല, ഒരു കരാറിന് ഏർപ്പെടാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെ നിയന്ത്രിക്കേണ്ടത് ട്രംപിന്റെ ആവശ്യമായി വരികയാണ്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ട്രംപ് വളരെ രൂക്ഷമായ ഭാഷയിലാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പ്രതികരിച്ചത്. താങ്കൾ ജയിലിൽ പോകേണ്ട ആളാണ്, താങ്കൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ താൻ സഹായത്തിനില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ യുദ്ധം ഈ രൂപത്തിലല്ല നടക്കേണ്ടത്. താങ്കൾ വിചാരണ ചെയ്യപ്പെടുമായിരുന്നു. താങ്കൾക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഇസ്രായേലി നിയമവ്യവസ്ഥിതി തന്നെ വിചാരണ ചെയ്യുമായിരുന്നു, താങ്കൾ അകത്ത് പോകുമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ലെബനന് നേരെ നടക്കുന്ന ഹിസ്ബുള്ളയ്ക്കെതിരെ എന്ന മട്ടിൽ ലെബനീസ് ജനതയ്ക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ ഇമ്മീഡിയറ്റ്ലി അവസാനിപ്പിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് താക്കീത് നൽകുന്ന ചിത്രവും കണ്ടു. വളരെ മോശപ്പെട്ട ഭാഷ ഉപയോഗിച്ചുകൊണ്ട് കടുത്ത പ്രയോഗങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തി എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഒരു വശത്ത് അത് സംഭവിക്കുന്നു, മറുവശത്ത് ഇറാനും അമേരിക്കയും തമ്മിൽ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടലുകളും സംഭവിക്കുന്നു. അതുകൊണ്ട് സമാധാന ചർച്ചകൾ എവിടെ എത്തി നിൽക്കും എന്നതിനെ കുറിച്ച് യാതൊരു സൂചനയും ഇപ്പോഴും ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ശരി, വളരെയധികം നന്ദി. ഡോക്ടർ മോഹൻ വർഗീസ്, വിദേശകാര്യ വിദഗ്ധനാണ് നമ്മോടൊപ്പം പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.